മക്കളെ, പല കുട്ടികളും പലപ്പോഴായിട്ട് പറയുന്ന ഏറ്റവും വലിയൊരു വിഷമമാണ് നെഗറ്റീവ് മാർക്ക് ഭയങ്കരമായിട്ട് കൂടുന്നത്. പലപ്പോഴും 10ഓളം നെഗറ്റീവ് വരുന്നു, 20ഒക്കെ നെഗറ്റീവ് വരുന്നു, ബയോളജിയിലൊക്കെ കുറേ നെഗറ്റീവ് വരുന്നു. ഇതെങ്ങനെ കുറയ്ക്കാൻ പറ്റുമെന്ന് ഒരു കാര്യം പറയട്ടെ. ഈ നെഗറ്റീവ് വരുന്നതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം, നമുക്കൊരു കാര്യം ഏറ്റവും നന്നായിട്ട് അറിയാമെന്നാണെങ്കിൽ നമുക്ക് ആ സാധനത്തിൽ നമുക്ക് പലപ്പോഴും അങ്ങനെ ഒരു നെഗറ്റീവ് വരില്ല. നിങ്ങളൊരു നല്ല രീതിയിൽ റിവിഷൻ എടുത്തൊരു കുട്ടിയാണെങ്കിൽ, നിങ്ങൾ കുറേ എക്സാംസ് എഴുതിയ ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് പലപ്പോഴും നെഗറ്റീവ്സിൻ്റെ എണ്ണം കുറയും. നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. പല കുട്ടികളും ക്വസ്റ്റ്യൻസ് ഒന്നും പ്രാക്ടീസ് ചെയ്യാതെ കുറേ തിയറി വായിച്ചിരിക്കും. എന്നിട്ട് എക്സാമിനേഷൻ ഹോളിൽ നിന്ന് ആദ്യമായിട്ട് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കാണുന്നത്. എന്നിട്ട് പറയും എനിക്ക് നെഗറ്റീവ് കുറേ കൂടുന്നു. നിങ്ങളോട് പറയാനുള്ളത് പ്രാക്ടീസ് പ്രാക്ടീസ് പ്രാക്ടീസ്, മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക, നന്നായിട്ട് റിവൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഇനി ഇതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം എന്താണെന്നറിയോ? നിങ്ങൾ പലപ്പോഴും OMRൽ വരുത്തുന്ന സില്ലി ആയിട്ടുള്ള മിസ്റ്റേക്സ്. ചിലർക്ക് ധൃതി കൂട്ടുകയാണ്. നമുക്ക് എക്സാമിന് 3 hours ആണ്, അങ്ങനെയാണ് ആ സമയത്തിനുള്ളിൽ തീർക്കണം, ആദ്യം ഓടുകയാണ്, അങ്ങനെ വലിച്ചോടുകയാണ്. ഇങ്ങനെ ഓടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മൾ പോലും അറിയാതെ കുറേ സാധനങ്ങൾ നമ്മൾ OMRൽ ബബിൾ ചെയ്യുന്നത്. ചിലപ്പോഴും A എന്നുള്ളത് ക്വസ്റ്റ്യൻ പേപ്പറിൽ A മാർക്ക് ചെയ്യും, OMRൽ കൊണ്ടെടുത്ത് B മാർക്ക് ചെയ്യും. ചില ആൾക്കാർ എന്ത് ചെയ്യുന്നറിയോ? ഇതൊക്കെ അവസാനം മാർക്ക് ചെയ്യാമെന്നായിരിക്കും. അവസാനം സമയം ഇല്ലാണ്ടാവുമ്പോൾ നമ്മൾ ഈ OMR എല്ലാം കൂടെ കഷ്ടപ്പെട്ട് ഇത് നോക്കണം, അതിൻ്റെ ഇടയ്ക്ക് OMR നോക്കുന്നത്, അയ്യോ സമയമില്ല, ഒറ്റ ഒന്ന് തെറ്റിയാൽ മതി, ബാക്കി മൊത്തം തെറ്റിപ്പോവും. പലപ്പോഴും നമ്മുടെ അശ്രദ്ധ, നമ്മുടെ ഒരു ശ്രദ്ധയില്ലായ്മയാണ് നമ്മുടെ മാർക്ക് കുറച്ച് കളയുന്നത്. നമുക്ക് നെഗറ്റീവ് കൂടാനുള്ള ഒരു കാരണം നമ്മുടെ ശ്രദ്ധയില്ലായ്മയാണ്. രണ്ടാമത് ഞാൻ നിങ്ങളോട് പറഞ്ഞു, ചില കാര്യങ്ങളിൽ ഓവർ കോൺഫിഡൻസ്, വെറുതെ ചുമ്മാ ഇതെനിക്ക് അറിയാമെന്നുള്ള രീതിയിൽ വെറുതെ വെച്ചിട്ട് വേഗം വേഗം ബബിൾ ചെയ്യും, അവസാനം തെറ്റിപ്പോവും. ഇനി റിവിഷൻ നന്നായിട്ടില്ലായ്മ, ഇനി അതുപോലെ പ്രോപ്പറായിട്ട് എക്സാംസ് എടുക്കാത്ത അവസ്ഥ, ഇതൊക്കെ തന്നെയാണ് നമുക്ക് നെഗറ്റീവ് മാർക്ക് കൂടാനുള്ള കാരണം. ഇനിയെങ്കിലും നെഗറ്റീവ് മാർക്ക് കുറയ്ക്കണം നിങ്ങൾ ആഗ്രഹിക്കുന്നത്, മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യും, അത് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, പിന്നെ എക്സാംസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യും. അതുപോലെ തന്നെ OMRൽ ബബിൾ ചെയ്യുമ്പോൾ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ബബിൾ ചെയ്യും. വെറുതെ ഓവർ കോൺഫിഡൻസോട് കൂടെ ക്വസ്റ്റ്യൻസ് ചെയ്യാതിരിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് മുതൽ നിങ്ങൾ അധികം നെഗറ്റീവ്സ് ഇല്ലാതെ നിങ്ങൾ എഴുതും. നിങ്ങൾ നോക്കൊന്ന് ശ്രമിച്ചു നോക്കിയാൽ ഉറപ്പായിട്ടും കിട്ടും. ഓക്കെ മക്കളെ.